ക്രൈസ്തലോ കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുണ്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുണ്യനാമത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയല്ല. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്ന ദൈവകൃപയിലെ ഞാൻ വിചാരിച്ചുകൊള്ളട്ടെ. ഞാൻ ഒരു ചെറിയ പ്രയർ ഹീലിംഗ് പ്രയർ ഇട്ടപ്പോഴും ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കും എൻ്റെ പുറകിൽ എന്തായി 2 മണി കാണുന്നതെന്ന്. ഞങ്ങൾ താമസിക്കുന്ന വീട് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, മറ്റൊന്നും കൊണ്ടല്ലേ, വേറൊന്നും വിചാരിക്കല്ലേ, സോറി. താമസിക്കുന്ന വാടക വീടാണ്. ഞങ്ങളൊരു ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഒരു 10-30 വർഷം കൊണ്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് വീടാണ്. ഇവിടെ വെച്ച് വീഡിയോ ചെയ്യുമ്പോഴും പ്രസംഗം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ വീട്ടിലിരുന്നോണ്ടാണ് ചെയ്യുന്നത്. ദൈവം എനിക്ക് തന്ന കഴിവിനനുസരിച്ച്, ദൈവം തന്ന കൃപാവരം അനുസരിച്ചും ദൈവിക ആലോചന അനുസരിച്ചുമാണ് ഞാനിത് ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും വേറൊന്നും തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അത് ഓണർ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറിച്ചു കളയാനൊന്നും പറ്റത്തില്ല. അത് തന്നെയല്ല, അതൊക്കെ ഇരുന്നുകൊണ്ടൊന്നും നമ്മൾക്ക് അതിനകത്തും കൊണ്ടും നമ്മൾ അതിലൊന്നും അത്ര അന്ധവിശ്വാസമൊന്നും വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. എല്ലാ പൊന്നുമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി സ്നേഹവന്ദനം അറിയിക്കുന്ന എല്ലാ അമ്മമാർക്കും, എല്ലാ പപ്പമാർക്കും, എല്ലാ സഹോദരിമാർക്കും, എല്ലാ സഹോദരന്മാർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ രാത്രികാലം അറിയിക്കുന്നു. ഞാനൊരു പാട്ടിൻ്റെ ഈരടി പാടട്ടെ. രോഗദുഃഖങ്ങളാൽ പീഡിതനായപ്പോൾ ജീവിതമെന്തിനന്നു നിനച്ച നേരം, ലോകദുഃഖങ്ങളാൽ പീഡിതനായപ്പോൾ ജീവിതമെന്തിനന്നു നിനച്ച നേരം, ലോകാന്ത്യത്തോളവും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നോട് ഉരച്ചവനെ എങ്ങനെ മറന്നിടും. ലോകാന്ത്യത്തോളവും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നോട് ഉരച്ചവനെ